അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തെ അത്യാധുനിക ചികിത്സകളോടുകൂടി ജനങ്ങൾക്ക് ആശ്രയവും ആശ്വാസവുമേകി പ്രവർത്തിക്കുന്ന നൂതന ആശുപത്രി. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സാ രീതികളാണ് അനന്തപുരി ഹോസ്പിറ്റലിന്റെ ശക്തി. 2006 അനന്തപുരി ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് സർവീസൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വിരമിച്ച കുറേ ഡോക്ടർമാർ തുടർന്ന് പൊതുജനങ്ങൾക്ക് സേവനം നൽകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും നമുക്ക് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും സൗകര്യങ്ങൾ കൂട്ടി നമുക്ക് ഒരു അന്തർദേശീയ തലത്തിൽ ഉള്ള ചികിത്സ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അനന്തപുരി ഹോസ്പിറ്റൽ 2006 തുടങ്ങുന്നത്. പ്രൊഫസർ ബാഹുലേയൻ, പ്രൊഫസർ മഹാദേവൻ, ഡോക്ടർ മാധവൻ നായർ ഇവരൊക്കെ അതിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളാണ്. പൊതുജനങ്ങളുടെ രോഗശമനത്തിനും ആത്മസംതൃപ്തിക്കും മുൻതൂക്കം നൽകുന്ന അനന്തപുരി ആശുപത്രി ആരോഗ്യരംഗത്തെ മികച്ച സേവനം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു വർഷത്തിനകത്ത് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടെർഷറി ഹോസ്പിറ്റലായിട്ട് അതിനെ മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിരവധി വിഭാഗങ്ങളിലായി അനേകം വിദഗ്ധ ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന അനന്തപുരി ആശുപത്രി ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് മികവാർന്ന നൂതന ചികിത്സാ രീതികൾ നൽകുന്നതിൽ പ്രശസ്തമാണ്. എല്ലാ വിഭാഗങ്ങളും ഉള്ളൊരു ആശുപത്രിയായിട്ട് തന്നെയാണ് ആദ്യം തൊട്ടേ തുടങ്ങിയത്. കാർഡിയോളജിക്ക് വളരെയേറെ മുൻതൂക്കം നൽകിയിരുന്നു. പ്രൊഫസർ ബാഹുലേയനാണ് കാത്തലാബും സ്റ്റെന്റിങ്ങും ഒക്കെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കാത്തലാബ് പ്രവർത്തനം ആരംഭിക്കുകയും വളരെ ഉന്നത തലത്തിലുള്ള നിലവാരം പുലർത്തി തന്നെ നമുക്ക് കാർഡിയാക് കെയർ തിരുവനന്തപുരത്ത് മാത്രമല്ല അടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലും അടുത്തുള്ള സംസ്ഥാനത്തുള്ളവർക്കും ചികിത്സ നൽകാൻ നമുക്ക് സാധിച്ചു. സയൻസിലും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന ആതുര സേവന കേന്ദ്രമാണ് അനന്തപുരി ആശുപത്രി. കേരളത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ചികിത്സയ്ക്കായി ഇവിടെയെത്തുന്നു. അനന്തപുരി ആശുപത്രിയിലെത്തുന്ന ഓരോ രോഗിയും തികഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് ആശുപത്രി വിട്ടുപോകുന്നത്. നമ്മുടെ ന്യൂറോ സർജറി, ന്യൂറോളജി വിഭാഗം വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നതും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഇവിടെ തന്നെ സ്പെഷ്യലിസ്റ്റായിട്ട് 6-7 ഡോക്ടർമാർ, കൺസൾട്ടൻസ് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് ലഭ്യമാണ്. ന്യൂറോ നാവിഗേഷൻ, ഫ്യൂസ, പെറോപ്പറേറ്റീവ് മോണിറ്ററിങ്, ദേശീയ നിലവാരം പുലർത്തുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ തന്നെ നമുക്കുണ്ട്. ഒരു ദിവസം തന്നെ വളരെയേറെ ശസ്ത്രക്രിയകൾ, ന്യൂറോ സർജിക്കൽ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഒരു കേന്ദ്രമാണ് അനന്തപുരി ഹോസ്പിറ്റൽ. വിദേശത്ത് നിന്ന് തന്നെ മാലിയും അറബി നാടുകളിൽ നിന്നൊക്കെ തന്നെയുള്ള രോഗികൾ തീർച്ചയായിട്ടും വരുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഊന്നൽ കൊടുത്തത് ന്യൂറോ സർജറിക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ന്യൂറോ സർജറി വിഭാഗമായിട്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിച്ചു.
ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ ഉപകരണങ്ങളും സജ്ജീകരണങ്ങളുമാണ് അനന്തപുരി ആശുപത്രിയിലുള്ളത്. അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സാനുഭവമാണ് ഈ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നത്. എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ആൻജിയോഗ്രാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, മൈക്രോസ്കോപ്പ്, അതുപോലെയുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും കൊണ്ടും രോഗിയുടെ സുരക്ഷിതം ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങളും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഹൈ ക്ലാസ് ഓപ്പറേഷൻ തിയേറ്ററുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോഗ്യ സേവന രംഗത്ത് മികവിന്റെ കേന്ദ്രമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഈ ആശുപത്രിയോടുള്ള രോഗികളുടെ വിശ്വാസ്യത അത്രമേൽ ഉറച്ചതാണ്. മികച്ച ട്രോമ കെയർ, ICU, എമർജൻസി കെയർ, മറ്റ് അത്യാധുനിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടത്തെ പ്രത്യേകതകളാണ്. ട്രോമ കെയർ, എമർജൻസി കെയറും അനന്തപുരി ആശുപത്രിയിൽ ഇപ്പോഴും ഏറ്റവും മുന്നിലുള്ള ഒരു ആശുപത്രിയായിട്ട് നമുക്ക് അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ട്രോമ കെയർ തിരുവനന്തപുരത്തുള്ള മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആക്സിഡന്റ് വിക്ടിംസിനെ തീർച്ചയായിട്ടും അനന്തപുരി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഒരു ലാസ്റ്റ് വേർഡ് എന്നുള്ള രീതിയിൽ റെഫർ ചെയ്യുന്നത്. എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു ട്രോമ കെയർ സെന്റർ തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 100-ൽ കൂടുതൽ ICU ബെഡുള്ള ഒരു ആശുപത്രിയാണ്. സാധാരണ ഒരു 350 ബെഡുള്ള ഒരു ആശുപത്രിയിൽ 5-10 ICU കിടക്കുകളെ കാണുള്ളൂ. നമുക്ക് 100-ൽ പരം 110 കൂടുതൽ ICU ബെഡുള്ള ഒരു ആശുപത്രിയാണ് അനന്തപുരി ഹോസ്പിറ്റൽ. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള അക്യൂട്ട് ട്രോമ, ഭയങ്കരമായിട്ടുള്ള എമർജൻസി, അത്യാഹിത വിഭാഗം ഒക്കെ തന്നെ വളരെ സജ്ജമാക്കി അതിന് തക്കതായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരും ഉൾപ്പെട്ട് അത് തുടർന്ന് നമ്മൾ സേവനം നൽകി വരുന്നു എന്നുള്ളതാണ്. നെഫ്രോളജി, യൂറോളജി, പീഡിയാട്രിക്, ഓർത്തോപീഡിക്സ് തുടങ്ങി എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ഏറ്റവും നൂതനമായ കാത്ത് ലാബ്, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി മികച്ച ചികിത്സാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റും എടുത്തു പറയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. പ്രൊഫസർ കാശി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് നെഫ്രോളജി വിഭാഗം. ഡയാലിസിസ് 10-25 ഡയാലിസിസ് മെഷീൻ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നുണ്ട്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തുടക്കം മുതൽ തന്നെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള യൂറോളജി വിഭാഗത്തിൻ്റെ ബാക്കപ്പും നെഫ്രോളജി ഡിവിഷന് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നിയോനറ്റോളജിയും പീഡിയാട്രിക്സും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വിഭാഗമാണ്.
മിക്കവാറുമൊക്കെ നിയോണറ്റോളജി പേഷ്യൻസ് എല്ലാം തന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആശുപത്രിയായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് വളരെ സീനിയറായിട്ടുള്ള ഡോക്ടർമാരും അതേസമയത്ത് യുവ സ്പെഷ്യലിസ്റ്റും രണ്ടും തരത്തിലുള്ള ഡോക്ടർമാരും ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. 4-5 കൺസൾട്ടൻസ് ഓരോ ഡിവിഷനിലുണ്ട്. മെഡിസിൻ വിഭാഗം വളരെ ശക്തമാണ്. ജനറൽ സർജറി, യൂറോളജി, കാർഡിയോതൊറാസിക് സർജറി, ബൈപ്പാസ് സർജറിയൊക്കെ ആദ്യം മുതൽ തന്നെ ചെയ്തു തുടങ്ങിയ ഒരു ആശുപത്രിയാണ് അനന്തപുരി ഹോസ്പിറ്റൽ. ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്ന രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ആപ്തവാക്യവുമായി മുന്നേറുന്ന അനന്തപുരി ആശുപത്രി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ എന്നും ശ്രദ്ധ പുലർത്തുന്നു. നമ്മൾ തുടർന്ന് തന്നെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കാത്ത് ലാബ് തന്നെയാണെങ്കിലും ഇപ്പോൾ 3ാമത്തെ കാത്ത് ലാബാണ് നമുക്കിവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് ഉള്ള ഉപകരണങ്ങൾ, സജ്ജീകരണങ്ങൾ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെയാണ് വരുന്നത്. പണ്ടൊക്കെ മൈട്രൽ വാൾവ് കേടുപറ്റിക്കഴിഞ്ഞാൽ വാൾ റീപ്ലേസ്മെന്റ് ഓപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് തുറന്ന് ചെയ്യുന്ന ഓപ്പറേഷൻസാണ് പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ താവി എന്ന് പറയുന്ന പ്രത്യേകിച്ചുള്ള പ്രൊസീജിയർ, ഹൃദയം തുറക്കാതെ തന്നെ സ്റ്റെന്റ് ഇടുന്ന പോലെ വാൾവ് മാറ്റിവെക്കുക, ശസ്ത്രക്രിയ നമ്മൾ വളരെ സാധാരണമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ന്യൂറോ സർജറി വിഭാഗമാണെങ്കിൽ തന്നെ ന്യൂറോ നാവിഗേഷനും ഫ്യൂസ എന്നുള്ള പല നൂതനമായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഓപ്പറേഷൻ കുറേ കൂടെ പേഷ്യൻ്റ് സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മോണിറ്റർ ചെയ്യാനുള്ള സൊമറ്റോസെൻസറി മോണിറ്ററിങ്ങും EEG മോണിറ്ററിങ്ങും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്രയ്ക്കും രോഗിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ മിക്കവാറും എല്ലാ ഡിവിഷനിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ജനറൽ സർജറി ആണെങ്കിലും ഗാസ്ട്രിക് സർജറി ആണെങ്കിലും ന്യൂറോ സർജറി ആണെങ്കിലും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ വളരെ റെഗുലറായിട്ട് തന്നെ ചെയ്തു വരുന്നു എന്നുള്ളത് എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. വിദേശങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നു. 2 പതിറ്റാണ്ടിലേക്കടുക്കുന്ന അനന്തപുരി ആശുപത്രി ആരോഗ്യരംഗത്ത് മികവിന്റെ കേന്ദ്രമായി മുന്നേറുന്നു. UAEയിലും അനന്തപുരി ആശുപത്രിയുടെ ശാഖകൾ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് തുടക്കം മുതൽ തന്നെ വിദേശത്തുള്ള രോഗികൾ തീർച്ചയായിട്ടും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാലിയിലുള്ള രോഗികളെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് പ്രിഫർ ചെയ്യുന്ന ഒരു ആശുപത്രി എന്ന് പറയുന്നത് അനന്തപുരി ആശുപത്രി തന്നെയാണ്. എല്ലാ ദിവസവും തന്നെ നല്ലൊരു എണ്ണം വെളിനാട്ടിലുള്ള രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. പിന്നെ അറബ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഒമാനിൽ നിന്നൊക്കെ നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റൽ വളരെ പോപ്പുലറാണ്. അവിടെ തന്നെ നമുക്ക് അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു ശാഖ എന്നുള്ള നിലയ്ക്ക് 1-2 യൂണിറ്റുകൾ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴിയും അല്ലാതെയും തന്നെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള രോഗികൾ ഏറെ വരാറുണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമായ അടുത്തായതുകൊണ്ട് അതല്ലാതെയുള്ള ഫോറിൻ ടൂറിസ്റ്റ് തന്നെ രോഗികളായിട്ട് നമ്മുടെ ആശുപത്രികൾ തീർച്ചയായിട്ടും എത്താറുണ്ട്.
ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ട് അനന്തപുരി ആശുപത്രിയെ മറ്റ് ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ആരോഗ്യമേഖലയിൽ പുതിയ അവസരങ്ങൾ ഒരുക്കുന്നതിനായി പഠനത്തിനായും റിസർച്ചിനായുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും അനന്തപുരി ആശുപത്രിയോടൊപ്പം പ്രവർത്തിക്കുന്നു. നമ്മൾ ചികിത്സയിൽ മുൻതൂക്കം നൽകുന്ന പോലെ തന്നെ അക്കാഡമിക് ആക്ടിവിറ്റീസിലും വളരെയേറെ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. നമുക്ക് നഴ്സിംഗ് കോളേജുണ്ട്, MSc BSc നഴ്സിംഗ് കോഴ്സുകൾ തുടക്കം മുതൽ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ ബോർഡ് എക്സാമിനേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ മിക്കവാറും എല്ലാ വിഷയങ്ങളിലും നമ്മൾ നടത്തുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും 5ഉം 6ഉം സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഇവിടെ പഠനം നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ റിസർച്ചിനും മുൻതൂക്കം നമ്മൾ നൽകുന്നുണ്ട്. പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിലും റിസർച്ച് ചെയ്യുന്നതിലും ഒക്കെ തന്നെ ചികിത്സയ്ക്ക് നൽകുന്ന പോലെ തന്നെ പ്രാധാന്യം അവിടെയും നമ്മൾ നൽകുന്നുണ്ട്. ഒരു വർഷം തന്നെ ഏകദേശം ഒരു 25-30 പ്രബന്ധങ്ങളെങ്കിലും അവതരിപ്പിക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാധാരണ പ്രൈവറ്റ് സെക്ടറിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കാറില്ല. പക്ഷേ അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത് കോഴ്സ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആകെക്കൂടെയുള്ള കോഴ്സ് നമ്മൾ നടത്തുന്ന മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത് കോഴ്സാണ്. PhD പഠനത്തിനുള്ള വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സീനിയർ ഡോക്ടർമാരെ ഗൈഡായിട്ട് വളരെയേറെ പേര് PhD ബിരുദത്തിന് വേണ്ടിയിട്ട് ഇവിടെ ട്രെയിനിങ് എടുക്കുന്നുണ്ടെന്നുള്ളതും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾ കൊണ്ട് അനന്തപുരി ആശുപത്രിക്ക് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളാണ് ലഭിച്ചത്. NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് അനന്തപുരി ഹോസ്പിറ്റൽ. തുടക്കം മുതൽ തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ആശുപത്രിയാണ്. അവസാനമായിട്ട് വന്നിട്ടുള്ള 5ാമത്തെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള നിലവാരം തന്നെ നമുക്ക് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. 5ാമത്തെ ഷെഡ്യൂൾ അംഗീകാരം കിട്ടിയിട്ടുള്ള ചുരുക്കം ഹോസ്പിറ്റലിൽ ഒന്നാണ് അനന്തപുരി ഹോസ്പിറ്റൽ. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരെയാണ് അനന്തപുരി ആശുപത്രി എന്നും കൂടെ നിലനിർത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ജനങ്ങൾക്ക് ഈ ആശുപത്രിയോടുള്ള വിശ്വാസവും. ആശുപത്രിയുടെ ചികിത്സയെ സംബന്ധിച്ചോളമുള്ള നിലവാരം നിലനിർത്തുന്നത് തന്നെയാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അത് നേടാനും നിലനിർത്താനും വേണ്ടിയിട്ടുള്ള രീതിയിൽ പുതിയ ഏരിയയിൽ പ്രഗത്ഭത നേടിയിട്ടുള്ള ഡോക്ടർമാരെ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ ടീമിൽ ചേർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി എന്തെങ്കിലും മറ്റു രാജ്യങ്ങളിലുള്ള ഒരു പുതിയ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. തുടർന്നും നമ്മുടെ ലക്ഷ്യം തന്നെ ഉന്നത നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ്. ജനഹൃദയങ്ങളിലാണ് അനന്തപുരി ആശുപത്രിയുടെ സ്ഥാനം. അനന്തപുരിയുടെ മണ്ണിൽ ആരോഗ്യരംഗത്തെ മികവിന്റെ പര്യായമായി വിജയക്കൊടി പാറിച്ച് മുന്നേറുകയാണ് അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.